ഗൈസ് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് പുൽക്കൂട് ഉണ്ടാക്കാന്ന്. അതിൻ്റെ അകത്ത് വെക്കാനുള്ള ഭയങ്കരമായിട്ടൊന്നും നമ്മളിൽ ഇല്ല, പക്ഷെ നമ്മളതേ രീതിയിൽ നമ്മൾ വിചാരിച്ചൊരു പുൽക്കൂട് ഉണ്ടാക്കാന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം. മാലിക്ക് സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം അവന് പള്ളിയിൽ പോവുകയാണ്. ഞാനും ഞാസയും കൂടെയാണ് അവനെ കൊണ്ടാക്കുന്നത്. നമുക്ക് കടയിലൂടെ പോകണമായിരുന്നു, അതുകൊണ്ടാണ് ഞാനും കൂടെ പോയത്. മാലിക്കാണെങ്കിൽ വലിയ കാര്യത്തിൽ ചാടി ഇറങ്ങി പോവുകയാണ്, ബാഗ് എടുക്കാതെ. അങ്ങനെ മാലിക്കിന് ടാറ്റ പോയി പറഞ്ഞ് നമ്മൾ നേരെ കടയിൽ പോവുകയാണ്. വന്നത് സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു കടയിലാണ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഗ്ലിറ്റർ പേപ്പേഴ്സ് ഒക്കെ കിട്ടും. നമ്മൾ ഗ്രീനും ബ്ലൂ ആണ് വാങ്ങിച്ചത്. റെഡ് ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടെ വാങ്ങാനാണ് നിന്നത്, പക്ഷെ റെഡ് അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഒരു ഫെവിക്കോൾ കൂടെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അയ്യോ, ഇതേത് കളറ്? ഇതേത് കളറ്? നോക്കിട്ട് പറ. പർപ്പിൾ. അവളിഞ്ഞ് പർപ്പിൾ കാണുമ്പോ ഏത് കളർ പറയുന്നോ എന്തോ. അവളാണെങ്കിൽ നോക്കാതെയാണ് ഓരോ കളർ പറയുന്നത്. നാസിയാണെങ്കിൽ ആ വാർണിഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് പുൽക്കൂടെ ചെയ്യുന്നത് ഒരു ടേബിളാണ്. ടേബിൾ മറിച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പെയിന്റ് അടിക്കാൻ മടിയായതിനായി നമ്മൾ അതിന്റെ ഫ്രണ്ട് മാത്രമേ വാർണിഷ് അടിച്ചുള്ളൂ, ബേക്കൊന്നും ഫിനിഷ് ആക്കിയില്ല. പുൽക്കൂടിന് കുറച്ചുകൂടെ ഹൈറ്റ് ഇടാനായിട്ട് ഇന്റർലോക്ക് ഒക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യുന്നു. വൈകിട്ടായതുകൊണ്ട് ഉമ്മ നമുക്ക് കോഫിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന്. അങ്ങനെ നമ്മൾ രണ്ടുപേരും അതൊക്കെ കുടിച്ച് ഇനി നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പുല്ല് വെട്ടണം. ഇവിടെ അടുത്തൊന്നും വൈക്കോലൊന്നും കിട്ടാനില്ല, അതുകൊണ്ടാണ് നമ്മൾ പുല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പുല്ലും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മുമ്പൊക്കെ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ പുല്ലാണ് എടുക്കുന്നത്. ഈ പുല്ല് നന്നായിട്ട് ഉണങ്ങുമ്പോഴത്തേക്ക് കറക്റ്റ് വൈക്കോല് പോലെ ആയി. നാസിതാ പുല്ലൊക്കെ പറക്കിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചാക്കിലൊക്കെ ആക്കി ഇതാ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. ഇന്നൊന്നും പുല്ല് സെറ്റ് ചെയ്യത്തില്ല, അതൊക്കെ നാളെയാണ്. അപ്പോൾ പാർട്ട് 2 വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.